ഹായ് ഇൻ്റർനെറ്റ്. ഞാൻ ഇന്ന് കാണിച്ചു പോകുന്നത് എൻ്റെ വീട്ടിൽ പലതരം ഫ്രൂട്ട്സ് തൈകളും അതിൻ്റെ ഫലങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കാണിക്കേണ്ട പ്രായമായിട്ടില്ല. പലർക്കും ഇങ്ങനെ പ്രകൃതി കാണാൻ താല്പര്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്നത് ഒരു മനസ്സിന് കുളിർമയേകുന്ന സംഭവമായിരിക്കും. സോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇത് മൊത്തം 21 സെൻറ്റ് സ്ഥലമാണ്. ഞങ്ങളുടെ ഏകദേശം ഇപ്പോൾ 75ഓളം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ തന്നെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പം നമ്മളിവിടെ കയറി വരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ നട്ടിരിക്കുന്ന ഈ മാവ് മല്ലിക മാവാണ്. ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം 2 കൊല്ലം ആവുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ലപോലെ വളർന്ന് വരുന്ന ഒരു മാവ് തന്നെയാണ്. മല്ലികയാണിത്. അതുപോലെ ഇവിടെ കയറ്റി വിട്ടേക്കുന്ന ഈ ചെടി കാറ്റ്സ് ക്ലോ എന്ന് പറയും. നമ്മൾ അതിങ്ങനെ കയറി ആർച്ച് കൂടെ കയറി ഇങ്ങനെ അത്യാവശ്യം നല്ലപോലെ പന്തലിച്ച് നിൽക്കും. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ കയറി വരുവാണ്. ഇത് മൊത്തം അമ്മയാട്ടോ ചെയ്തൊക്കെ. മൊത്തം ഇതെല്ലാം അമ്മേൻ്റെ താല്പര്യങ്ങളാണ്. മൊത്തം ഗാർഡനിങ് ഫുള്ള്. അതുപോലെ ഈ തൊട്ടി മുഴുവൻ നമ്മൾ ഇവിടെ ഒരു പ്ലാവുണ്ട്, ഇവിടെ പ്ലാവുണ്ട്. അത് മുട്ടം വരിക്കാണ് നിൽക്കുന്നത്. ഇത് തേൻ വരിക്ക. ഇതെല്ലാം വെച്ചിട്ട് 2 കൊല്ലം കഴിയുന്നുള്ളൂ കേട്ടോ. ഇത് അടുത്തൊരു മല്ലികയാണ്. ഇത് വേറൊരു മല്ലിക മാവാണ്. അതുപോലെ ഇവിടെ ഒരു നെല്ലി നിൽക്കുന്നുണ്ട്. ഈ നെല്ലിയിൽ കായ ഉണ്ടായതാണ് കേട്ടോ. കായ ഉണ്ടായ ഒരു നെല്ലിയാണ്. ഇതിപ്പോൾ 3ാമത്തെ കൊല്ലം ആവുന്നു ഈ നെല്ലി വെച്ചിട്ട്. അതുപോലെ ഇതൊരു ഒലോസോപ്പോ മരം, അതിൻ്റെ തൈയാണ്. എൻ്റെ ഇലനടിഭാഗം കണ്ടു ഒരു സിൽവർ കോട്ടിങ് ഉണ്ടോ? ഇപ്പോഴും ഒരു സിൽവർ കോട്ടിങ് പോലെ കാണും. ഇത് ഒലോസോപ്പയാണ്. അതുപോലെ ഇവിടെ ഒരു ചെന്തങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു മുള്ളാത്തയാണ്. മുള്ളാത്ത, അടുത്തൊരു ചെന്തങ്ങ്. പിന്നെ ഇത് നമ്മുടെ സപ്പോട്ട മരമാണ്. ജൈൻറ്റ് സപ്പോട്ടെന്ന് അറിയില്ലേ? ഇതെല്ലാം ഓൾറെഡി കായെല്ലാം പിടിച്ച് വരുന്നു. ഇതിൽ ഞങ്ങൾക്ക് 2 ഓൾറെഡി കിട്ടി കേട്ടോ. 2 കിട്ടി. അത് കായ പിടിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാപ്പിടുത്തമുണ്ട്. ഇവിടെ എല്ലാം കാപ്പിടുത്തമുണ്ട്. ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആയതുകൊണ്ട് മൊത്തം മാലകൾ വിട്ട് വെച്ചേക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് വീട്ടിലോട്ടുള്ള. പിന്നെ ഇതൊരു ഓൾ സീസൺ തായ്ലൻഡ് മാവാണ്. തായ് ബസ്താര എന്ന് പറയും. ഇതിൽ കഴിഞ്ഞുള്ളത് നിറച്ചും പൂത്തായിരുന്നു കേട്ടോ. ഫുള്ള് നിറച്ച് ഇല കാണാത്ത രീതിയിൽ പൂത്തായിരുന്നു. തായ് ബസ്താര. പിന്നെ നമ്മളിങ്ങ് വരുമ്പോൾ ഇവിടെ ഒരു സാധാ മൽബറി തൈ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇതിലൊക്കെ അത്യാവശ്യം കാ പിടിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കായ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതൊരു മാംഗോസിൻ്റെ തൈയാണ്. ഇത് ചുമ്മാ ഞങ്ങൾക്കൊരു തൈ എക്സ്ട്രാ വന്നപ്പോൾ ഇവിടെ കൊണ്ട് നട്ടതായിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന രീതിയിൽ അവിടെ നട്ടതാണ്. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം. ഇത് നെല്ലി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇത് മല്ലിക. പിന്നെ ഇത് നമ്മുടെ കാട്ടിമൺ. ഇതും കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ നിറച്ചും പൂത്തൊരു മാവാണ്. ഇത് കൊല്ലം പൂത്തിട്ടുണ്ട്. ഇത് കോട്ടയം ജില്ലക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ മാവാണ് സാധനം, കാട്ടിമൺ. ഇവിടെ ഇത് എത്ര മഴ ഉണ്ടെങ്കിലും ഇതിൽ പിടിക്കുന്നുണ്ട്. കാട്ടിമൺ ഈ പറഞ്ഞ പോലെ ഇതും തായ് ബസ്താര. ഇത് രണ്ടും കോട്ടയം ജില്ലക്കാർക്ക് വെക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു മാവിനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാട്ടിമൺ പള്ള കയറി അതിന് പറിച്ച് കളയണം. ഇത് കണ്ടോ, ഇതും പറഞ്ഞാൽ 2-3 കൊല്ലം ആവുന്നുള്ളൂ. അത്യാവശ്യം കടവണ്ണായി വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് പാകിസ്ഥാൻ മൽബറി, ലോങ് മൽബറി എന്ന് പറയത്തില്ലേ, അതാണ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം തൈ കൊണ്ട് വെച്ചത്. ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്.